ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ അരിഞ്ഞ കോവയ്ക്ക ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ദാണ്ടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കോവയ്ക്ക ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഞാൻ ഇതുപോലെ വട്ടത്തിലാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ പഴുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പോൾ ദാണ്ടെ ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാനൊരു ഇഡ്ഡലി കുട്ടുവൊന്ന് എടുത്ത് അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് മേളിൽ ഒരു ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കോവയ്ക്കൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ വെജിറ്റബിൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഈ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. ആ ഒരു സമയം കൊണ്ടേ നമുക്ക് ഒരു ചെറിയ കൂട്ടൊന്ന് തയ്യാറാക്കണം. കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അതിന് ഞാനൊരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അതൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഈ 2 എണ്ണത്തിനാണ് നല്ല എരിവ് കിട്ടുക. അപ്പം കാശ്മീരൊക്കെ ആണെങ്കിൽ 2, 3, 4 ഒക്കെ എടുക്കാം. അപ്പം ഇനി ഇത് ചെറുതായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ മല്ലിയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. വറ്റൽമുളകും ഒക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു സവാള ഒന്ന് ചെറുതായിട്ടല്ല, അത്യാവശ്യം വലുതായിട്ട് ഒന്ന് അരിഞ്ഞ് ചേർക്കാം. അങ്ങനെ തീരെ ചെറുതാക്കണമെന്നൊന്നും ഇല്ല, നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ചേർക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഈ സവാളേൻ്റെ ഒക്കെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമല്ലോ, ആ ഒരു സമയം വരെയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്, ഒന്ന് വഴറ്റി എടുക്കേണ്ടത്. അപ്പം അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ദാണ്ടെ ആ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്, പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാണ്ടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി എടുത്ത് അതൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാന്നേ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല പോലെ കളറൊക്കെ ചേഞ്ചായി നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ, വായോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ആ വറുത്തെടുത്ത് അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട്, കഴുകിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ വെച്ചേക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാൻ കടുക് ഉപയോഗിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ആ വേവിച്ച കോവയ്ക്ക ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ, ഈ കോവയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടിയൊക്കെ കോവയ്ക്കയിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം ഈ എണ്ണയിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണേ. കുറച്ച് ഒരു 1-2 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റിയെടുത്ത് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഓൾറെഡി ഇതൊന്ന് വെന്തതാണ്, നമ്മൾ ഇനിയൊന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ വേവിക്കാതെ ഡയറക്റ്റ് ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും, ഒരുപാട് സമയം ഇട്ട് ഇത് കണക്ക് വേവിക്കേണ്ടി വരും.
പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റുമാണ് കേട്ടോ നമ്മളിങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പം നമ്മൾ ആവിയിൽ വേവിച്ച് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് മാത്രം എണ്ണ യൂസ് ചെയ്താൽ മതി. ഇപ്പം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഈ മസാലയും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും നല്ലൊരു ടേസ്റ്റ് വരുന്നത്. കാര്യം അതിനകത്തൊരു ചെറിയ പുളിപ്പും നല്ല എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടിയായിട്ട്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോഴേ ഈ കോവയ്ക്ക കിട്ടുമ്പോഴേ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പലതരത്തിലും നമ്മൾ കോവയ്ക്ക മെഴുക്കുരട്ടിയും തോരനും ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. പക്ഷെ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പം ഫ്ലെയിം ഓഫ് ആക്കാം നമുക്ക്. ഇത് കുറച്ച് സമയം അവിടെ നിന്ന് ഇരിക്കട്ടെ എന്ന് അടച്ചു വെക്കുന്നുണ്ട് ഞാൻ. ഇപ്പൊ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതാണെങ്കിൽ ഇതിന്റെ ആ ഒരു അരപ്പുണ്ടല്ലോ ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ആണ്. ചെറുതായിട്ടൊരു പുളിപ്പും എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കോവയ്ക്ക് ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇഷ്ടമല്ലാത്തവരോട് ഞാൻ ഉണ്ടാക്കാൻ പറയുന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കോവയ്ക്ക പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടപ്പെടത്തൊന്നുമില്ല ഇത് കഴിച്ചതുകൊണ്ട്. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാനിത് കഴിച്ചു തീർക്കട്ടെ. ബൈ.